Welcome to Garam Masala, the magic spices of cooking. മലബാർ ചിക്കൻ സ്പ്രിംഗ് റോൾ. ഇന്ന് നമുക്ക് ചിക്കൻ സ്പ്രിംഗ് റോൾ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതും സ്വാദിഷ്ടവുമായ ഒരു മലബാർ ഇഫ്താർ ഡിഷാണിത്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 3 പച്ചമുളക്, ക്രഷ് ചെയ്ത 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ വരണം. അതുവരെ നമുക്ക് ഇതിനെ വഴറ്റാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണിത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള സോഫ്റ്റ് ആയി വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫില്ലിംഗ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയെ കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഈ പൗഡറിന്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനെ 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ഇതിനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഇതിനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കണം. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവ കൂടെ ചേർക്കണം. ഇതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ തയ്യാറാക്കാൻ വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 1 മുട്ട എടുക്കണം. ഈ മുട്ടയെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ മുട്ടയിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റണം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി ബാറ്റർ എടുക്കാം. ഇനി നമുക്ക് തിൻ പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കണം. ഒരു തവി ബാറ്റർ എടുത്ത് ചൂടായ ദോശ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കണം. നമ്മുടെ പാൻ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതിന്റെ മുകളിലായി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. നമ്മുടെ പാൻ കേക്കിന്റെ സൈസിനനുസരിച്ച് വേണം ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഒരു സൈഡ് മടക്കി കൊടുക്കാം. ഇനി 2 സൈഡും ഇതുപോലെ മടക്കണം. ഇനി ഇതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ചിക്കൻ റോൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് തിൻ പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കണം. ഇതിനെ നമുക്ക് ചിക്കൻ മസാല കൊണ്ട് ഫിൽ ചെയ്യാം. ഇതുപോലെ നമുക്ക് ചിക്കൻ റോൾ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ റോളുകളും തയ്യാറാക്കിയെടുക്കാം. ഇനി
നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഒരു കപ്പ് ബ്രെഡ് ക്രംസ് കൂടെ എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോളിനെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം. ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയെടുക്കുകയും മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. ഇതുപോലെ നമുക്ക് എല്ലാ സ്പ്രിംഗ് റോളും തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ സ്പ്രിംഗ് റോൾ എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ സ്പ്രിംഗ് റോൾ ആയി വെച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ സ്പ്രിംഗ് റോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള സ്പ്രിംഗ് റോളുകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ ചിക്കൻ സ്പ്രിംഗ് റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.